എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് ജൂൺ 26, 2025. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 26 വർഷത്തിലെ 177ാമത്തെ ദിവസമാണ്. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങളുള്ള ഒരു ദിവസമാണ്. ഒപ്പം ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജന്മദിനം കൂടിയാണ്. ഇന്നത്തെ ചരിത്ര സംഭവങ്ങളിൽ 684 ബെനഡിക്ട് രണ്ടാമൻ മാർപ്പാപ്പയായത് ഇതേ ദിവസമായിരുന്നു. 1483 റിച്ചാർഡ് മൂന്നാമൻ ഇംഗ്ലണ്ടിന്റെ രാജാവായതും ഇതേ ദിവസമായിരുന്നു. 1819 ബൈസിക്കിളിന് പേറ്റന്റ് ലഭിച്ച ദിവസം കൂടിയാണിന്ന്. ഇന്നത്തെ ദിവസം ജോളി ജസ്റ്റിന്റെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് ജോളി ജസ്റ്റിന് ജന്മദിനാശംസകൾ നേരുകയാണ്. ഒപ്പം ഷാ കൊട്ടാരക്കര എന്ന ചലച്ചിത്ര പ്രവർത്തകന്റെ ജന്മദിനമാണ്. എന്റേതല്ല കേട്ടോ, വേറൊരു ഷാ കൊട്ടാരക്കരയുണ്ട്, താടിക്കാരൻ, ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഒപ്പം പല്ലവി പവിയുടെ ജന്മദിനമാണ്. ഒപ്പം പ്രിയപ്പെട്ട സുജാത് സുൽത്താൻ, അതോടൊപ്പം ജുനോ തെരേസ മിനി മാർട്ടിന്റെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട ജബ്ബാർ പെരിന്തൽമണ്ണയുടെ ജന്മദിനമാണ്. ജബ്ബാർ പെരിന്തൽമണ്ണ നാടക പ്രവർത്തകനാണ്, തനിമ കലാസാഹിത്യ വേദിയുടെ പ്രവർത്തകനാണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്, നടനാണ്, പ്രാസംഗികനാണ്. പ്രിയപ്പെട്ട ജബുവിനെ സ്നേഹത്തോടെ ജന്മദിനാശംസകൾ നേരുകയാണ്. ഒപ്പം അശോക് നൊച്ചിക്കാടൻ എന്ന സംവിധായകൻ, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമുകളൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. ഒപ്പം ആതിര ലിമിത്തിനും ജന്മദിനാശംസകൾ നേരുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി വസ്തുക്കൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് നമുക്കറിയാം. ആരോഗ്യത്തെയും സാമ്പത്തികത്തെയും ക്ഷേമത്തെയും കുടുംബത്തെയും ഒക്കെ തകർക്കുന്ന ലഹരിയിൽ നിന്ന് ഉപേക്ഷിച്ച് മുന്നേറാൻ, എല്ലാവർക്കും നന്മയായി മുന്നേറാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്നാണ് MyFMന് ഇന്ന് ആശംസിക്കാനുള്ളത്. മതിയാവാത്ത ലഹരികൾ മതിയാവാത്ത ഈ ലോകത്ത് മതിവരുവോളം ജീവിക്കാൻ മതിയാവണം ലഹരികൾ. ലഹരിരഹിത ജീവിതം, നിത്യഹരിത ജീവിതം. ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ എന്ന സന്ദേശമാണ് ഇന്നത്തെ ദിനത്തിൽ നൽകാനുള്ളത്. ഇവിടെ ആന്റണി ഗില്ലിയാൻ അലക്സ് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ആന്റണിയെ സ്വാഗതം ചെയ്യുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ മോർണിംഗ് ചിറ്റാറ്റിലെത്തിയ പ്രിയപ്പെട്ട ആന്റണി ഗില്ലു ആലുവയിൽ നിന്ന് ചേരുന്നു. ഒപ്പം പത്മചേച്ചി എത്തിയിട്ടുണ്ട് ദുബൈയിൽ നിന്ന്. പത്മചേച്ചി സ്നേഹം അറിയിക്കുകയാണ്. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ ജന്മദിനമാണിന്ന്. തൃശ്ശൂരിലെ MP ആണ് അദ്ദേഹം. ഒപ്പം എല്ലാവർക്കും അറിയാം, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റു ചില പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിച്ച ദിവസം, ആ ദിവസങ്ങളിലാണ്. അതോടൊപ്പം 1995 രക്തരഹിത അട്ടിമറിയിലൂടെ ഖത്തറിലെ അമീറായിരുന്ന ഖലീഫ ബിൻ അഹമ്മദ് അൽത്താനി അട്ടിമറിച്ച് അദ്ദേഹത്തിന്റെ പുത്രൻ അഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഭരണത്തിലേറിയത് 1995 ജൂൺ 26 1958 സുരേഷ് ഗോപി, മലയാള ചലച്ചിത്ര നടനായ സുരേഷ് ഗോപി ജനിച്ചത്. സലീം ചേനം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സലീം, എന്നെ സ്വാഗതം ചെയ്യുകയാണ്. മികച്ചൊരു കവിയാണ് സലീം. കടൽ വിഭജിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മത്സ്യങ്ങൾ മതങ്ങളിൽ ചേർന്നില്ല എന്നുള്ള വിഖ്യാതമായ, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒട്ടനവധി രചനകൾ എഴുതിയിട്ടുള്ള, ചേനം സ്വദേശിയായ, ഒരുപാട് ദിവസങ്ങളിൽ ചേർപ്പിലും ചേനത്തും അമ്മാടത്തും ഒക്കെ ഒട്ടനവധി സുഹൃത്തുക്കളുള്ള എനിക്ക് അവിടെ കഴിയാൻ സാധിച്ചിട്ടുണ്ട്. സലീം ഉൾപ്പെടെയുള്ള, മുത്തു ഉൾപ്പെടെയുള്ള എല്ലാ സ്നേഹനിധികളെയും ഓർക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന സാം മനേക്ഷ 2008 മരണമടഞ്ഞ ദിവസം കൂടിയാണെന്ന്. അടൂർ പങ്കജം എന്ന മലയാളത്തിന്റെ ചലച്ചിത്ര നടിയുടെ ചരമദിനം കൂടിയാണ്. ഒപ്പം കാവാലം നാരായണ പണിക്കർ എന്ന നാടകാചാര്യന്റെ 2017 അദ്ദേഹം നമ്മെ വിട്ടുപോയ ദിവസമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. സലീമിന്റെ 1-2 കവിതകൾ സലീമിന്റെ സാന്നിധ്യത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സലീം വളരെ പ്രശസ്തമായ ചില രചനകളുണ്ട്. സലീം മതങ്ങൾക്കെതിരെ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെതിരെയൊക്കെ ശക്തമായി രചനകൾ നിർവഹിക്കാറുള്ള ആളാണ്. സലീമിന്റെ 5 നേരം വാങ്കു വിളിക്കുന്ന നിന്റെ ചങ്കുകൊണ്ടൊന്ന് കൂകി പറയണം, ആ കുന്ന് ഇടിക്കരുതെന്ന്. മണ്ണും മരവുമില്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകും. 5 നേരം ബാങ്കു വിളിക്കുന്ന നിന്റെ ചങ്കുകൊണ്ടൊന്ന് കൂകി പറയണം, ആ കുന്ന് ഇടിക്കരുതെന്ന്. മണ്ണും മരവുമില്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകും. അരമനയിലെ പിതാക്കന്മാരും മഠത്തിലെ കന്യാസ്ത്രീകളും പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരു മരമെങ്കിലും നടണം, അല്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകും. നിങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ ദൈവം പൊട്ടിച്ചിരിച്ചത് ഞാൻ പണി തീർത്ത ചങ്ങാടത്തിലിരുന്നാണ് എന്നെഴുതിയ സലീം ചേനം.
ഏറെ സ്നേഹത്തോടുകൂടി സലീമിന് സ്നേഹം അറിയിക്കുകയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പിറന്നാൾ ആശംസകൾ എന്ന് പത്മചേച്ചി അറിയിക്കുന്നുണ്ട്. ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ് നിരങ്ങനാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേരുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ മോർണിംഗ് ചിറ്റാറ്റിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്ന് ഒരുപാട് വാർത്തകൾ പങ്കുവെക്കേണ്ടതായുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ലഹരി വിരുദ്ധ ദിനം കൂടാതെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ ആക്രമണത്തിൽ 40 വീടുകൾ തകർന്നു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം പുതിയ എം.എൽ.എയുടെ സത്യപ്രതിജ്ഞയുമായിട്ടുള്ള വാർത്തകളുമുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെയും നിങ്ങൾ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. കാരണം നിങ്ങളുടെ ചിന്തകൾ ആണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടത് ഭാവിയിലെ ഡോക്ടർ ഒരു മരുന്നുമല്ല, പക്ഷേ മനുഷ്യന്റെ ശരീരത്തിന്റെ പരിചരണം, ഭക്ഷണക്രമം, രോഗകാരണം ഒക്കെയാണ് നമ്മുടെ പ്രതിരോധം, നമ്മുടെ ചിന്തകളൊക്കെ തന്നെയാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ച സലീം ചേനത്തിന്റെ വരികളെ പ്രശംസിച്ചുകൊണ്ട് ആന്റണി വരികൾ എഴുതുന്ന ആന്റണിയും എഴുതുന്ന ആളാണ്. ആന്റണി ഗില്ലിയാൻ അലക്സ് ആലുവ സ്വദേശിയാണ്. തീർച്ചയായും നമ്മൾ നാളെ ചർച്ച ചെയ്യുന്നത്, നാളെ റീഡിംഗ് ടൈമിൽ വൈകുന്നേരം 5 മണിക്ക് അച്ചു ഹെലൻ അശ്വതിയുടെ രചനകളുമായിട്ടാണ്. ഏറെ യാത്രകൾ ചെയ്യാറുള്ള, മനോഹരമായ വരികൾ എഴുതാറുള്ള, ഒപ്പം യാത്രകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ യാത്രാ വിവരണങ്ങളും ഒരുപാട് മാനസികമായി നമ്മെ ഉണർത്തുന്ന വരികളൊക്കെ പങ്കുവയ്ക്കുന്ന ആളാണ് അച്ചുഹലൻ. അച്ചുഹലന്റെ രചനകളുമായിട്ടായിരിക്കും നാളെ വൈകുന്നേരം റീഡിംഗ് ടൈമിൽ എത്തുക. മുൻപ് ആന്റണിയുടെ രചനകളൊക്കെ നമ്മളാം പൂക്കാലത്തിന്റെ ലൈവുകൾ പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ സംസാരമാണ്. കാരണം കാഴ്ചയ്ക്ക് ആകർഷണം മാത്രമേ ലഭിക്കൂ, എന്നാൽ സംസാരത്തിന് എക്കാലത്തെയും ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ നിന്ന് ജന്മദിനം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിന്റെ ആശംസകൾ പ്രത്യേകമായി ഒരിക്കൽ കൂടി, ഒപ്പം ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ഒരിക്കൽ കൂടി ആതിര ലിമിത്തിന്, അശോക് നൊച്ചിക്കാടൻ എന്ന പ്രിയപ്പെട്ട ഷോർട്ട് ഫിലിം സംവിധായകന്, ജബു എന്ന നാടക പ്രവർത്തകന്, ജിനോ ട്രീസ മിനി എന്ന പ്രിയപ്പെട്ട മിനി മാർട്ടിന്, ഒപ്പം പ്രിയപ്പെട്ട കൊട്ടാരക്കരയിലെ പ്രിയപ്പെട്ട സുഹൃത്താണ് സുജാത് സുൽത്താൻ, പല്ലവി പവി, ഒപ്പം ഷാ KTR, ജോളി ജസ്റ്റിൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം ഒരു സന്ദേശം കൂടി, നമുക്ക് എന്ത് ഉണ്ട് എന്നതല്ല, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നമുക്ക് സമാധാനം നൽകുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിന്റെ മോർണിംഗ് ചിറ്റാറ്റ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണിത്. നാളെയും വാർത്തയും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ചേരും. ഏറെ സ്നേഹത്തോടു കൂടി MyFMന്റെ ഇന്നത്തെ മോർണിംഗ് ചിറ്റാറ്റ് അവസാനിക്കുന്നു. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതായത് ഒരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.